ഓവർടേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മളെപ്പോഴും എല്ലാവരും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെല്ലാവരും നിങ്ങൾ വണ്ടിയുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ഓവർടേക്കിങ്ങെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ഓവർടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ മറികടന്ന് അപ്പുറത്തേക്ക് പോകണം, കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. ഇവരുടെ സ്പീഡ് നമുക്ക് പറ്റില്ല, ഇവരുടെ പുറകെ പോയാൽ നമ്മൾ താമസിക്കും. സോറി. അതാണല്ലോ ഈ ഓവർടേക്ക് ചെയ്യാന്നുള്ളത്. ചില സ്ഥലത്ത് എഴുതി ഓവർടേക്കിങ് പാടില്ല. എത്ര പേര് അത് കാണുന്നുണ്ട് ആ ബോർഡെന്ന് അറിയത്തില്ല. ഞാൻ ഹസ്ബൻഡുമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് കാണാമല്ലോ. ഞാൻ ഈ സൈൻ ബോർഡെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കും, എന്താണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡ്രൈവിങ് പഠിച്ചില്ലെങ്കിലും എന്തായാലും എവിടെ ഒരു സൈൻ ബോർഡ് കണ്ടാലും ഞാനത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനത് പറയും അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. സംശയമുള്ള ഞാൻ ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് പറഞ്ഞു തരും അതെന്താണെന്നുള്ളത്. പിന്നെ കിലോമീറ്ററുകൾ ദൂരം, ഇപ്പോൾ ഇത്ര സ്ഥലം, ഇന്ന സ്ഥലങ്ങൾ, ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ, അതൊക്കെ ഞാനിങ്ങനെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ട് അത് മുറുക്കെ ഞാൻ വായിക്കും. കാരണം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരു സഹായമാണ്. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ വണ്ടി ദൂരെ നിന്ന് ഇങ്ങനെ വരുന്ന ഓഹോ നമ്മളെ നേരെ ഇങ്ങനെ വരും. ചിലപ്പം ഇങ്ങനെ ഈ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ ദൂരെ നിന്ന് ആ വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാനപ്പോൾ എന്തെങ്കിലും വഴക്ക് പറയും. അപ്പം പറയാം മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയും. എങ്കിലും നമുക്കൊരു ഭയമാണ്. പക്ഷേ ഡ്രൈവ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും ഈ സൈഡ് സീറ്റിൽ നിന്നിട്ട് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇതെവിടെയാണ്, എങ്ങനെയാണ് ഇത് പോകുന്നത്, അപ്പുറത്തുള്ള വണ്ടി ഇപ്പുറത്തുള്ള കറക്റ്റായിട്ട് മനസ്സിലാകുന്നത് എങ്ങനെ. ഞാൻ ഈ 100 കൂട്ടം സംശയമാണ് ഈ സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാവശ്യം ഹസ്ബൻഡിനോട് ചോദിച്ചു എങ്ങനെ ഇത് മനസ്സിലാക്കും ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ. പറഞ്ഞ് അതാണ് ഈ സീറ്റിൻ്റെ പ്രത്യേകത. ഡ്രൈവിംഗ് സീറ്റിന് കുറേയധികം പ്രത്യേകതകളുണ്ട്, അത് അവിടെ ഇരുന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്ന് പറയും. അപ്പം ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകുന്ന സമയത്ത് താമസം കൊണ്ട് വരാനെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞുതരും. അപ്പം ഞാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒന്ന് റൈസ് ചെയ്തിട്ട് അങ്ങനെ ഓഫ് ചെയ്ത് കൊച്ചു നേരം പാട്ടൊക്കെ ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ട് പോകും. അപ്പോൾ അത്ര എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ നിന്നോട്ട് പരിശോധിക്കും ഇതെന്താണ് സംഭവം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അപ്പുറത്ത് നമ്മളിരിക്കുന്നതിനെക്കാട്ടിൽ എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ട് എന്നുള്ളത്. പിന്നെ എല്ലാവർക്കും കൂടുതൽ പേർക്കും പറ്റുന്ന ഒരു ഉറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ കൂട്ടിപ്പോകും. അങ്ങനെയൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിതിന് മുമ്പ് എൻ്റെ അനിയനൊരു പ്രാവശ്യം അങ്ങനെ വണ്ടി ഓടിച്ച കൂട്ടത്തിൽ ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പോയി. അപ്പം അവൻ്റെ വണ്ടി വൃത്തിയാക്കൽ, എനിക്ക് ഈ വൃത്തിയാക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് വണ്ടിയിലൊക്കെ അഴുക്കിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ കഴുകി കൊടുക്കും എൻ്റെ കാറ്. അങ്ങനെ ഞാൻ ദിവസം കഴുകാൻ ചെന്നപ്പോൾ മൊത്തം പച്ച കളറ് ഒരു സൈഡ്. ഞാൻ ഇതെന്താണ് ഇങ്ങനെ പച്ച കളർ? അതെ, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പം കാട്ടിനകത്തിൽ കൂടെ ഒക്കെ കയറി അതിൻ്റെ ഒരവലാന്നത്. ഞാൻ പറഞ്ഞു അമ്മേ ഞാനും കൂടെ ഒറ്റ ദൈവമേ എന്തായി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ ഒരു സൈഡിൽ നിർത്തിയിട്ട് നിനക്ക് ഉറങ്ങരുത്. അങ്ങനെയൊക്കെ വിചാരിക്കൂ എടി, പക്ഷേ ഉണ്ടല്ലോ അത് അറിയാതെ നമ്മളങ്ങ് ഉറങ്ങി പോകുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്തോ പറയാനാ മറുപടി. അവരവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓവർടേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിലരൊക്കെ നമ്മളിങ്ങനെ ഓവർടേക്ക് പോകുമ്പോൾ നമ്മൾ എന്തുവാന്നൊക്കെ ചോദിച്ചിട്ട് പോവും ആൾക്കാരുണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്താലും ചിലർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ കുറേ നേരം ഹോൺ അടിച്ചിട്ട് നമ്മൾ മാറുന്നില്ലെങ്കിൽ എന്തോന്നാന്നൊക്കെ ചോദിച്ചിട്ട് ചിലർ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ 2 വീലറിലാണ് ഇങ്ങനെ പോവുകയാണ്. അപ്പം 2 വണ്ടി, രണ്ടും കാറാണ്. ഒരാൾക്ക് വളഞ്ഞു പോകണം, ഒരാൾക്ക് നേരെ പോകണം. അപ്പം നേരെ പോകേണ്ട ആളും വളഞ്ഞു പോകേണ്ട ആളും വന്ന് അടുത്തടുത്ത് നിൽക്കുകയാണ്, ആര് മാറിക്കൊടുക്കും എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് നേരെ പോകേണ്ട ആൾ ഒന്ന് നിന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു വണ്ടി ഇങ്ങനെ ചരിച്ചതാണ്, സൈഡിലേക്ക് വളച്ചതാണ്. അപ്പം അങ്ങ് പോകാമായിരുന്നു. പക്ഷെ അപ്പോൾ നേരെ പോകേണ്ട ആളും കൂടി ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നതാണ്. അപ്പോൾ ഈ വളഞ്ഞു പോകേണ്ട ആൾക്ക് ദേഷ്യം വന്നു. അയാൾ എന്ത് ചെയ്തു, ഗ്ലാസ്സേ തട്ടിയാദ്യമേ വണ്ടി.
അപ്പം ഗ്ലാസ് ചെന്ന് പിന്നെ അങ്ങനെ മനഃപൂർവ്വമാണ് ആ ചെയ്തേക്കുന്നത് മനസ്സിലാകാം. അങ്ങനെ ഒരച്ചുകൊണ്ടാണ് പോയത്. മറ്റേ വണ്ടിയുടെ സൈഡ് നന്നായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. മനഃപൂർവ്വം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഉരച്ചോട്ട് പോയേക്കുവാണെന്ന്. അപ്പം ഈ ഉരച്ച ആളിൻ്റെ വണ്ടിയിലും ഉരവൽ വീണിട്ടില്ലേ. 2 വണ്ടിക്ക് ഏതായാലും ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിൽ പോയി നമുക്ക് കാണാം പെയിൻറ്റ് പോയിട്ടുള്ളത്. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് ഈ 2 മനുഷ്യരും? വിഡ്ഢിത്തമല്ലേ ചെയ്തതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു വണ്ടിയുടെ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ അത് അതുപോലെ ആക്കണമെങ്കിൽ ഇത്തിരി മെനക്കേടാണ്, ചിലവാക്കണം, കാശ് മുടക്കണം, അല്ലാതൊന്നും അത് ശരിയാകത്തില്ല. ചിലത് പെയിൻറ്റ് ചെയ്താലും നമ്മൾ കറക്റ്റായിട്ട് മൊത്തത്തിൽ ചെയ്യാതെ ഇത്തിരി മാത്രം ചെയ്താൽ ചിലപ്പോൾ എടുത്തറിയിക്കും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് വിശദമായി അറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ് അത്രയും. അപ്പം 2 പേരുടെയും മനസ്സിലുണ്ടായ ആ ദേഷ്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് നഷ്ടം ആർക്ക് സംഭവിച്ചു? അവർക്ക് തന്നെ, അവരുടെ വണ്ടിക്ക് തന്നെ കേടുപാട് സംഭവിച്ചു. അതാണ് സംഭവം. ചിലർ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് വട്ടം വെച്ചിട്ട് ചീത്ത പറയും. ഞാനൊക്കെ ഇങ്ങനെ കുറേ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ആളുകളെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഈ ചീത്ത പറഞ്ഞാൽ ഇവനെന്തൊരു വിവരം കേട്ടാണ് ഇങ്ങനെ ചീത്ത പറയാൻ. അല്ലെങ്കിൽ ചോദ്യം, താൻ എന്ത് ഉദ്ദേശത്തിൽ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഓരോരുത്തരിങ്ങനെ ഇറങ്ങി വന്നിട്ട് ചീത്ത പറയും. എന്ത് ചെയ്യാനാണ്? അത് അവരുടെ കൾച്ചർ, അവരുടെ മനസ്സിൽ തോന്നുന്ന അപ്പോഴത്തെ ആ ഒരു പ്രശ്നമാണത്. അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്നുള്ള ഒരു ഫീലിംഗാണ്. അപ്പോൾ ദേഷ്യം ഇങ്ങനെ ഇരമ്പി കയറി വരും. അതുകൊണ്ട് നഷ്ടവും അവർക്കുണ്ടാകുന്നതാണ്. അതൊന്നും ആരും മനുഷ്യരാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഓവർടേക്ക് ചെയ്തു, പ്രശ്നമായി, വണ്ടി ഇടിപ്പിച്ചു. അയാൾ ആ വണ്ടിയെ പിടിച്ച് കുറച്ച് നേരം കിടന്നു. പിന്നെ വണ്ടി ബ്രേക്ക് ചെയ്തു, താഴെ വീണു, അയാളുടെ ദേഹത്തൂടെ കയറ്റി. എന്താണ്? ഞാനിന്ന് പത്രം എടുക്കാൻ വേണ്ടിയിട്ട് അവിടോട്ട് ചെന്നിട്ട് അത് ആ ഫ്രണ്ട് വെച്ച് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഇത്രയും വായിച്ചിട്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, എന്താ ചേച്ചി? അപ്പം ഞാൻ വായിച്ചില്ല, ഹെഡിങ് മാത്രം. പറഞ്ഞാൽ ആ സൗമ്യ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? മലയാളികൾ, എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നി മലയാളി അല്ല എന്നുള്ളത്. മലയാളികളൊക്കെ ഇത്ര ഇതായോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നീട് വായിച്ചപ്പം ബീഹാർ സ്വദേശികളാണ് 2 പേര്. മലയാളിയാണ്, മരിച്ച ആൾ മലയാളിയാണ്. എന്താണല്ലേ? ഇതിനൊന്നും പറയാനായിട്ട് വാക്കുകളില്ല. എത്ര ദുഷ്ടം ചിന്താഗതിയുള്ള മനുഷ്യരാണെന്ന് ആലോചിച്ച്. എന്ത് ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും നമ്മളൊരു ഇപ്പോൾ റോഡിൽ നമ്മളിപ്പം യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട്, നായ്ക്കളെയൊക്കെ ഇടിച്ചിട്ടിരിക്കുന്നത് കാണാം. മിക്ക ആളുകളും അതിൻ്റെ പുറത്തേക്ക് കൂടെ കയറാതെ പോകാൻ നോക്കും, മിക്ക ആളുകളും. പിന്നെ കാണാതെ ആരെങ്കിലും വലിയ വണ്ടിയൊക്കെ കയറിപ്പോയാലേ ഉള്ളൂ അറിയുന്നത്. അപ്പോൾ അല്ലാതുള്ളവരെല്ലാവരും അതിനെ ഒഴിവാക്കി പോകും. ഞാനെപ്പോഴും ചിലപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ആരെങ്കിലും ഇത് അടുത്തുള്ളവർക്കെങ്കിലും അതിനെ ഒന്ന് കുഴിച്ചിട്ട് നോക്കരുതോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. പക്ഷേ നമുക്ക് ഇങ്ങനെ പറയാനല്ലോ, നമുക്കും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇറങ്ങിച്ചെന്നൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാനും ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മലയാളികളാണ്. അപ്പോൾ ഇവർ ബീഹാറികളായതുകൊണ്ട് അവരുടെ ചിന്താഗതിയിൽ ചിലപ്പം വ്യത്യാസമുണ്ട്. നമ്മുടെ കേരളത്തിന് വെളിയിലോട്ടുള്ള ആളുകളുടെ ചിന്താഗതിയിലും മിക്കവാറും ഒരുപാട് എന്താ പറയുക, വല്ലാത്ത ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ മിക്കവാറും ആളുകളുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ മനോഭാവം ഇങ്ങനെ എന്നാൽ ഒന്നുമില്ലല്ലോ. ചിലർ നമുക്ക് പറയാം അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്, പക്ഷേ ഇവർ നല്ല ഉദ്യോഗസ്ഥരാണ്, എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല. അതുമാത്രമല്ല, അതുപോലത്തെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകളും കൂടെയാണ്. അവരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു മനുഷ്യന് ഒരു വഴക്കുണ്ടാക്കി ഉടനെ അങ്ങനെ ഇടിച്ചിട്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്ത് അതെന്തെങ്കിലും ആകും. ഒരുപക്ഷെ ഇവരൊക്കെ മദ്യപിച്ചിട്ടോ വല്ലതും ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ ദേഷ്യമൊക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പോലീസിനെ വിളിക്കും, ഈ മരിച്ച വ്യക്തി പോലീസിനെ വിളിക്കും എന്നുള്ള രീതിയിൽ ഫോണൊക്കെ എടുത്തപ്പോഴാണ് ഇവർ വണ്ടി എടുത്ത് പോകാൻ പോയതും ഇയാളെ ഇടിച്ചിട്ടതുമൊക്കെ.
അപ്പം ഈ ഫോൺ ചെയ്ത അല്ലെങ്കിൽ മരിച്ച വ്യക്തിക്ക് മനസ്സിലായിക്കൊണ്ടുണ്ടായിരിക്കാം ഈ വാഹനം ഓടിച്ചവർക്ക് അബോധാവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നോ തോന്നിയിട്ടായിരിക്കും പോലീസിനെ വിളിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം പോലീസിനെ വിളിച്ചാൽ ഇവർക്ക് പ്രശ്നമുണ്ടാകുമെന്ന് തോന്നിയിട്ടാവാം അവരെന്ത് ചെയ്തത്, ഇയാളെ പെട്ടെന്ന് ഇടിച്ചിട്ടതും എങ്ങനെയെങ്കിലും ഒഴിവാക്കി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വണ്ടി നീങ്ങിയില്ല. അതുകൊണ്ട് ദേഹത്തൂടെ കയറി വണ്ടി നീങ്ങുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് വണ്ടി നിർത്തിയത്. അപ്പോഴാണ് ആൾക്കാരെല്ലാം കൂടിയതും എന്ന് പറയുന്നത്. ഇത്ര നിസ്സാരമായിട്ടാണല്ലേ ആളുകളുടെ ദേഹത്തൂടെ വണ്ടി കയറ്റുക എന്നൊക്കെ ഉള്ളത്. എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നു? എന്തൊരു മനസ്സിൻ്റെ കട്ടി. എന്നിട്ട് ഇതിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടിട്ട് അയാൾ പിറ്റേ ദിവസം ജോലിക്ക് ഒന്നും അറിയാത്ത ഭാഗത്തിൽ ജോലിക്കും വന്ന്. പക്ഷെ പോലീസ് പിടിച്ചവിടുന്നു. അതും ആ മനസ്സെന്തായിരിക്കും? ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ഒരു കാര്യമുണ്ട്. പഴയ ഒരു വിഭാഗം ആളുകളൊക്കെ ഏകദേശം ഒരു ധാരണയിൽ ജീവിച്ച് മനസ്സിലാക്കപ്പെടും. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന ആ സമയം മുതൽ ഉറപ്പായിട്ടും വളരെയധികം ശ്രദ്ധ വേണം. സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കാണിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പ്രത്യേകം ഒരു കൗൺസിലിംഗ് വേണം. പ്രത്യേകം കൗൺസിലിംഗ്. അല്ലാതെയുള്ള എല്ലാ കുട്ടികൾക്കും മാസത്തിൽ ഒരു ദിവസമെങ്കിലും അപ്പോൾ സ്കൂളിലെ ടീച്ചർമാർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ വല്ല സഹായത്തോടു കൂടി കൗൺസിലിംഗ് എല്ലാ കുട്ടികൾക്കും ഒറ്റ ഒരു ക്ലാസ്സിലിരുത്തിയാലും മതി. നമുക്ക് കുറേ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ കഥയിലൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവരെ കുഞ്ഞു പ്രായത്തിൽ മുതലേ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ടുവന്നിട്ട് വേണം പുതിയൊരു തലമുറയാക്കി ഇവരെ മാറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനായി മാറും ഇനിയത്തെ തലമുറ എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ ചേച്ചിയോട് പറയാമായിരുന്നു എൻ്റെ മോളുടെ കാര്യം. അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇവൾ വലുതായി വരുന്ന ഒരു പ്രായമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താവും എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ അല്ലേ. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നമുക്കിങ്ങനെ ആലോചിക്കാമെന്നല്ലാതെ നമുക്കറിയില്ല ഇനിയത്തെ എന്തെല്ലാമാണ് ഇവരെയൊക്കെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ രീതി എന്താവും. എനിക്ക് ഉറപ്പാണ് ഈ വിദ്യാഭ്യാസ രീതി മാറിയ ഒറ്റ കാരണത്തിലാണ് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായത് ഇല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും ഒരു സമയത്ത് പഠിച്ച ആ രീതി അതിൽ തികച്ചും വ്യത്യസ്തമായില്ലേ. അപ്പം ലെങ്ത് കൂടിയതുകൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് പറയാം.